കഴിഞ്ഞ 35 വർഷമായി കൊച്ചി പോണേക്കരയിലെ സുപരിചിതനാണ് PV ഷാജി എന്ന പൊതുപ്രവർത്തകൻ. LDF ധാരണയിലെ ചില പിശകുകൾ കാരണം തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്നും ആദ്യം മാഞ്ഞുപോയ ഷാജി പിന്നീട് പാർട്ടിയുടെ പിന്തുണയോടെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയായിരുന്നു. ഇവിടെ പുറം നാട്ടിൽ നിന്ന് വന്ന മാണി വിഭാഗക്കാരനും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇടത് സ്വതന്ത്രനാണ് ഷാജി. സ്ഥാനാർത്ഥിയുടെ സുഹൃത്തും അയൽവാസിയും ചിത്രകാരനുമായ രാജീവ് പീതാംബരനാണ് തങ്ങളുടെ ഷാജി ചേട്ടനെ വിജയിപ്പിക്കാൻ വ്യത്യസ്ത പ്രചാരണ മതിലുകൾ തീർത്തത്. കൂട്ടിന് സ്ഥാനാർത്ഥിയുടെ മക്കളായ അഭിജിത്തും അപർണയും കൂടി. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ചുമരെഴുതാൻ പോണത്. പാർട്ടിയുടെ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്, ഇലക്ഷൻ വർക്കിനൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇതേപോലെ ചുമരെഴുതാൻ വേണ്ടി പോണത്. അത് അച്ഛന് വേണ്ടി ആകുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രത്തോളം വിജയപ്രതീക്ഷയിലാണോ ഉള്ളത്? 100%. എന്താണ് കാരണം? അതുപോലെയാണ് അച്ഛൻ ഇവിടെ പ്രവർത്തിച്ചേക്കുന്നത്. 35 കൊല്ലമായിട്ട് അച്ഛൻ പാർട്ടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അച്ഛൻ ജനിച്ചു വളർന്ന നാടാണ്. അപ്പോൾ എൻ്റെ അച്ഛനെ എല്ലാവർക്കും കൂടെ അറിയാം. അപ്പോൾ എല്ലാവരും അച്ഛനെ നോട്ട് ചെയ്യും. പുള്ളിയുടെ വരയൊക്കെ എങ്ങനെയുണ്ട്? അച്ഛന് വേണ്ടിയിട്ടുള്ള ചുവരെഴുത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഗുരു കൂടിയാണോ? അതെ, അതിനെ കുറിച്ച് പറഞ്ഞു. ചേട്ടൻ നന്നായിട്ട് വരക്കും. അപ്പോൾ ഇതുപോലൊരു പുതിയൊരു ഇത് കൊണ്ടുവന്നത് ചേട്ടൻ തന്നെയാണ്. ട്രെയിനിൽ ആദ്യം ഇങ്ങനെ അച്ഛൻ്റെ പടം വെച്ചിട്ട് ഇതുപോലെ എഴുതാമെന്ന് ചേട്ടൻ്റെ ആശയമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ ഓരോന്നും മെട്രോയിലായാലും എയ്റോപ്ലെയിൻ അവിടെ വെച്ചിട്ടുണ്ട്, അതിലായാലും എല്ലാം ചേട്ടൻ്റെ ഒരു ഐഡിയയിലാണ് ഇതൊക്കെ ചെയ്തത്. രാജീവിൻ്റെ ഭാര്യയും ബ്രഷ് എടുത്തൊപ്പം കൂടിയപ്പോൾ ഇത് വേറിട്ട കൂട്ടവരയായി മാറി. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രചാരണം? രാജീവിൻ്റെ മറുപടി ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വ്യക്തിപരമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടൊരു വർക്ക് ചുവരെഴുത്ത് സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് നമ്മൾ എടുത്തൊരു തീരുമാനമാണ്. എന്തൊക്കെയാണ് വരച്ചേക്കുന്നത്? ഞങ്ങളിപ്പോൾ വരച്ചിരിക്കുന്ന ട്രെയിൻ വരച്ചിട്ടുണ്ട്, പിന്നെ മെട്രോ ട്രെയിൻ, പിന്നെ നമ്മുടെ കൊച്ചിയുടെ അട്രാക്ഷനായ ചീനവല വരച്ചിട്ടുണ്ട്, പിന്നെ വിമാനം വരച്ചിട്ടുണ്ട്, പിന്നെ KSRTC ബസ്, ഓട്ടോറിക്ഷ, അങ്ങനെ സാധ്യമായതെല്ലാം നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായിട്ട് ഒത്തിരി ഉപകരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതായത് ഒരു പൊതുഗതാഗതമാണ് കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, സാധാരണക്കാരന്റെ വാഹനം മുതൽ പൊതുഗതാഗതം. തീർച്ചയായും ഒരു പൊതുസമ്മതനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് അറിയിക്കാൻ കൂടിയാണോ അങ്ങനത്തെ ഒരു? തീർച്ചയായും, കാരണം സാധാരണക്കാരുടെ വാഹനങ്ങളാണ്. അപ്പോൾ എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പിന്നെ വാഹനങ്ങളാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചപ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥിക്കും ഒരു എല്ലാവരും അറിയപ്പെടും, ഏത് സ്ഥാനാർത്ഥിയാണെന്ന് കൂടുതലായിട്ട് ഒരു പരിചിതമാകും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് വിജയിച്ചതിൽ വളരെയേറെ സന്തോഷം. പൊതുസമ്മതനായ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പരമാവധി വോട്ട് നേടാൻ പൊതുഗതാഗത സംവിധാനങ്ങളുടെ പ്രചാരണമാണ് രാജീവും കൂട്ടരും ഒരുക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ മക്കളും രാജീവ് പീതാംബരന് കൂട്ടായി ഒപ്പമുണ്ട്. എറണാകുളത്തെ 35ാം ഡിവിഷനിലെ PV ഷാജിയുടെ വാർഡിൽ നിന്നും ഐപ്പ് വള്ളികാടൻ. നമസ്കാരം.